ഇതുപോലെ പോയി താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിലിട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രയറിലിട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമസ്കാരം. അരുണിമ, ബാക്ക് പാക്കർ അരുണിമ, അതായത് ട്രാവൽ ചെയ്ത് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ട്രാവലർ അരുണിമ. അതായത് ഓരോ രാജ്യങ്ങളിൽ ചെല്ലുക, ഏതാണ്ട് 41 രാജ്യങ്ങൾ വരെ ഈ ഒരു പ്രായത്തിൽ ഈ പെൺകുട്ടി കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പലയിടത്തും പോയി പലരുടെയും ഔദാര്യത്തിൽ എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവിടെയുള്ളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു ഈ പറയുന്ന എന്താണ് ആ ഒരു വീഡിയോ ആ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കക്ഷിയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ അറിയാം. ഒരു ഈ പറയുന്ന ജോർജ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നു. അവർ ഔദാര്യം പറ്റി അവിടെ ജീവിക്കുന്നു. അവസാനം പാതിരാത്രി വെളിയിറങ്ങി 12:30 എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ, ഞാനൊരു കൊച്ചു പെണ്ണാണേ, എന്ത് ചെയ്യുന്നു മോങ്ങിക്കൊണ്ട് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നു. അതിന് നല്ല വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നു, ആ കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അതിനോടൊപ്പം ഈ വീട്ടുകാർ മൊത്തം മോശമാണ്, അവരുടെ സംസ്കാരം ശരിയല്ല. ഇവളെ സഹായിച്ച ആ ജോർജ് എന്ന് പറയുന്ന അങ്ങേര് അവിടെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് കഴിയുന്നത്, അങ്ങേർക്ക് അവിടെ ആരും ഒരു വില കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേരെയും അങ്ങേരെ ചെറുമക്കളെയും അങ്ങനെ കുടുംബം മൊത്തം, അതായത് അവിടെ അവരുടെ ഔദാര്യം പറ്റി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പാതിരാത്രി വെളിയിറങ്ങി അവിടെ കുടുംബം മൊത്തം മോശമാണ് പ്രാഗിക്കൊണ്ട് അവിടെ എന്ത് ചെയ്ത് വെളിയിറങ്ങി പോകുന്നു. അതിനുശേഷം ഈ ജോർജ് രംഗത്ത് വരുന്നു. ജോർജ് ഒരു വീഡിയോയ്ക്ക് കൊണ്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നു. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്നല്ല പോകാനുള്ളത്, ഈ പറയുന്ന മൺഡേ 2 ദിവസം കൂടി കഴിഞ്ഞ് മൺഡേ നിങ്ങൾ വേറൊരു അക്കോമഡേഷൻ നോക്കണം എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇവിടെ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തായാലും പോകാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു. അതായത് ഇവിടെ റീച്ച് ഉണ്ടാക്കുന്ന മുഖ്യമാറും പലയിടത്തും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 3 വീഡിയോയിൽ എന്നെ പീഡിപ്പിച്ചു, എന്നെ അവിടെ കയറി പിടിച്ചു, അയാൾ എന്നെ അത് ചെയ്യാൻ ശ്രമിച്ചു, അയാൾ എന്നെ സെക്ഷന് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ, ആ വീഡിയോക്ക് മാത്രമേ റീച്ച് ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അവർ പറയാം. ഒരു അമേരിക്കയിലേക്ക് പോയി 2-3 ദിവസം താമസിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്, മനസ്സിലായില്ല. അപ്പൊ അവർ 3 ദിവസം കൊടുക്കുന്നു. എന്നിട്ടും എന്ത് ചെയ്യുന്നു, അവർ പറയും നിങ്ങൾ നാളെ മറ്റന്നാൾ മാറിക്കൊള്ളണം എന്ന് പറയുമ്പോൾ അതൊരു അവസരമായി എടുത്തോളാം, ഇതാണ് എന്റെ കണ്ടന്റ്, എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞത്. എന്നെ പാതിരാത്രി 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അരുണിമ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം അവരതിനകത്ത് വ്യക്തമായി അവർ ഇട്ട വീഡിയോക്കകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾക്കകത്ത് നാളെ പോകാനല്ലല്ലോ പറഞ്ഞത്, തിങ്കളാഴ്ച മാറാനല്ലേ പറഞ്ഞെന്ന്. അപ്പൊ അരുണിമ നിങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോകുന്നു എന്ന് പറഞ്ഞ അരുണിമയാണ് എന്നെ ഇറക്കി വിട്ടു, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിട്ടാണ് എന്നെ ഇറക്കി വിട്ടു എന്ന് അരുണിമ പറയുന്നത്. ഓക്കെ, അതൊക്കെ പോട്ട് അതിനുശേഷം ഈ പറയുന്ന എന്താണ് ഈ ഡാനി സത്യ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നമ്മുടെ പയ്യൻ തന്നെയാണ്. അവന്റെ അടുത്ത് പോയിട്ട് ഒരു സംഭവം അതായത് ഈ പറയുന്ന ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ വസ്ത്രങ്ങൾ മൊത്തം എന്റെ ഭാര്യ അലക്കി കൊടുത്തു എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ പറയുന്ന ഡാനി സത്യൻ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനൽ പേഴ്സണൽ ചാറ്റ് ചെയ്തപ്പോൾ ചെയ്ത ഒരു ചെറിയൊരു വോയിസ് ഉണ്ട്. ആ ഒരു വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാം. അത് ആദ്യം കേട്ടിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇതുപോലെ പോയി താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിലിട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രയറിലിട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ, അവിടെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചതിനാണോ അങ്ങനെ പറഞ്ഞേ പുള്ളിക്കാരൻ? അങ്ങനെയാണെങ്കിൽ എല്ലാ മലയാളീസും അലക്കി. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഇതിനകത്ത് പറയുന്നത് ഞാൻ എന്റെ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു, അവിടെ കൊണ്ടുവന്ന് അവരുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടു, എന്റെ ഡ്രയർ കൊണ്ട് ഞാൻ അത് ഉണക്കി എന്ന് പറയുന്നത്. എന്താണ് ഇത്ര വലിയ ഇത് എന്നുള്ളതാണ് ഈ പറയുന്ന അരുണിമ പറയുന്നത്. പക്ഷെ ഇവിടെ സായി ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ഇവൾ ഇതുപോലത്തെ താമസിച്ച അവിടെയുള്ള ആ വീട്ടുകാരി ഒരു മെസ്സേജ് സായിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ജട്ടി വരെ ഇവര് അവിടെയുള്ള വീട്ടുകാരെ കൊണ്ട് കഴിയിപ്പിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ജോർജ് പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളതാണ്. ആദ്യം അവരുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ആ അമേരിക്കക്കാരൻ പറഞ്ഞത് ശരിയാണ്, അവൾ വീട്ടിൽ വന്നാൽ അവളുടെ ഡ്രസ്സ് ഇൻക്ലൂഡിങ് ഇന്നർ വെയർ നമ്മൾ വാഷ് ചെയ്യേണ്ടി വരും. പുറമേ കാണുന്ന സ്വഭാവമല്ല അവളുടേത്, ഞാൻ നേരിട്ട് അനുഭവിച്ച ആളാണ്. അതായത് പുറമേ കാണുന്ന സ്വഭാവമല്ല അരുണിമയ്ക്കുള്ളത് എന്നാണ് ഈ പറയുന്ന ഇവളെ താമസിപ്പിച്ച ആ വീട്ടുകാർ പറയുന്നത്. അവരുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല പറയുന്നത്, മനസ്സിലായോ? അതായത് ഇവരെന്ത് ചെയ്തു, അതായത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഈ പറയുന്ന ഈ ഗസ്റ്റിന്റെ ഒക്കെ ഇന്നർ വെയർ നിങ്ങൾ എന്തിനാ കഴുകി കൊടുക്കുന്നത്? അവിടെയൊക്കെ ചട്ടിയും പാടിയൊക്കെ കഴുകി കൊടുക്കുക, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നുള്ളത് ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനോടൊപ്പം അവർ പറയുന്ന മറ്റൊരു കേസുണ്ട്. സത്യത്തിൽ ആ കൊച്ചു വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും, മനസ്സിലായോ? അതായത് ഈ കുട്ടി ഇങ്ങനെ വീട്ടിൽ വന്ന ഒരു ദിവസം കഴിയുമ്പോൾ ഈ പെണ്ണ് എങ്ങനെയെങ്കിലും പോയാൽ ഈ കാരണം അരുണിമ ഭയങ്കര വെള്ളമാണ്, നല്ല വെള്ളം തണ്ണിയെ അടിക്കാണ് നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിപ്പിംഗ് സായി തന്നെ പറയുന്നുണ്ട്, സായിയുടെ സ്വന്തം അനുഭവം അത് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അപ്പൊ സായി ചോദിച്ചു, എന്താ ഇനി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്ന് സായി ചോദിക്കുന്നു. അപ്പോ അവരതിന് പറയുന്ന ഉത്തരമാണ്, മറുപടിയാണ്, വേറൊന്നുമല്ല, 4-5 ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു, ഡിപ്രഷൻ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് മാഹീനുമായിട്ട് പിരിഞ്ഞ ആ ഒരു സംഭവം ആ ഡിപ്രഷനാണ്.
ആണെന്ന് പറഞ്ഞു. അവൻ ഇട്ടിട്ട് പോയി എന്നൊക്കെ അങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. മറ്റേ മാഹിൻ ഇട്ടിട്ട് പോയി അങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. നമ്മുടെ കൂടെ നമ്മളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും, ഡ്രസ്സ് കഴുകലും ഷൂ തുടക്കലും എല്ലാം. മനസ്സിലായോ? സത്യം പറയാലോ, ഞാൻ സന്തോഷത്തോടെയാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. ഞാൻ ഹസ്ബൻഡും അടുത്ത വീട്ടിലെ കല്യാണത്തിനൊക്കെ കൊണ്ടുപോയി എന്നുള്ളത്. അതായത് ഇവരുടെ ഷൂ തുടയ്ക്കുക, ഇവരുടെ ഡ്രസ്സ് അലക്കിപ്പിക്കുക, ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്തൊക്കെ എനിക്കൊരു എന്താ പറയുന്നത്, എന്തിനാണ് ഇവർ ഇതൊക്കെ ചെയ്തു കൊടുത്തത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വരുന്ന ഒരു ഗസ്റ്റിന്റെ ജട്ടിയും പാടിയൊക്കെ നിങ്ങൾ എന്തിനാ അലക്കാൻ പോകുന്നത്? അത് നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാൻ പോലെ. അവർ നമ്മുടെ എന്താണ് ഗസ്റ്റ് ആണ്, ഹോസ്റ്റൽ, നിങ്ങളാണ് ഹോസ്റ്റ്. അപ്പൊ അവർ നമ്മളെ ബഹുമാനിക്കണം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് നമ്മുടെ ഈ പറയുന്ന അധികാരത്തോടെ കാണാനുള്ള ഒരു സംഭവമല്ല. നിങ്ങൾ അതിന് താഴ്ന്നു കൊടുക്കുക. പക്ഷെ ഇവിടെ ഈ പറയുന്ന ജോർജിന്റെ കേസ് പറയുമ്പോഴും അവിടെയും ആ ഒരു വീഡിയോയിലും ഈ പറയുന്ന അരുണിമ അതാണ്. അതായത് സ്വന്തം വീട്ടിൽ ഞാനാണ് അവിടുത്തെ മുതലാളി, ഇവരൊക്കെ എന്റെ ദാസന്മാരാണ്, ഇവരൊക്കെ എന്റെ എന്താണ് പിന്നീട് ജോലിക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ പോകണം. എനിക്ക് ആ ഒരു ബന്ധപ്പെട്ട് എന്നെപ്പെട്ട് നിനക്ക് അറിയത്തില്ല. ഞാൻ 10-20-40 ലോകം ചുറ്റിയവളാണ്. അതുകൊണ്ട് എന്റെ അടുത്ത് കറി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര അഹങ്കാരത്തിലൂടെ ഇറങ്ങിപ്പോയത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത്. അപ്പം ഈ പറയുന്ന ജോർജ് പറഞ്ഞതും ഈ പറയുന്നതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവള് എന്ത് ചെയ്തു, അവരെ കൊണ്ട് ഈ പറയുന്ന ഡ്രസ്സൊക്കെ അലക്കിപ്പിച്ചു. അവരെ കൊണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡ്രസ്സ് ഈ പറയുന്ന ഊരി കൊടുക്കുമല്ലോ, ഇത്തിരി അലക്കി തരുമെന്ന് ചോദിക്കുക, അവർ വാഷിംഗ് മെഷീൻ കൊണ്ട് അലക്കും, സ്വന്തമായിട്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത ഈ സായി ഈ പറഞ്ഞതുപോലെ അതല്ല, ഈ ഡാനി സത്യയുടെ കേസിൽ ഇവള് ഈ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്? 4-5 കൊല്ലം കഴിഞ്ഞ് അറിയാതിരിക്കുന്നത്. അതിനകത്ത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നാളെ പോകാനല്ലോ പറഞ്ഞത്, നിങ്ങൾ ഈ രാത്രി ഇറങ്ങിപ്പോയത്, ഇവിടെ അങ്ങനെ പോകാൻ പാടില്ല എന്ന് ആ ഒരു ജോർജ് എന്ന് പറഞ്ഞ പുള്ളി പറയുന്നുണ്ട്. അവരെയൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ വിചാരിച്ചില്ല അവരിങ്ങനെ ഒരു വീഡിയോ എടുത്തു വെക്കുമെന്ന് നിങ്ങൾ കരുതിയില്ല. അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. മനസ്സിലായി? അതിനി തെളിയിക്കാനോ ഒന്നുമില്ല. അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നില്ല എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ. കാരണം സംഭവിച്ചത് പറയാനൊന്നുമില്ല. അതായത് തനിക്ക് പറ്റിയ അബദ്ധമാണ്, അല്ലെങ്കിൽ തന്റെ ചെറ്റത്തരം, അല്ലെങ്കിൽ തന്റെ എന്ന് സ്ഥിരമായി കാണിച്ചുള്ള സംഭവം ഇവിടെ തെളിവടക്കം പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി സായി പറയുന്ന ഒരു കേസ്, ഒരിക്കലും സായി അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കേണ്ട ഒരു ചാൻസ് വന്നു. അപ്പോ കാണിച്ച സംഭവം ഇവിടെ കേൾക്കാം. അരുണിമയുടെ കൂടെ അന്ന് വേറൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരുണിമയെ എന്ത് ചെയ്തു, അങ്ങനെ വണ്ടി തിരിച്ചിട്ട്, അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മളത്ര ഇതല്ലേ, വിസിബിലിറ്റി ഇല്ല നമുക്ക്. ഞാൻ അങ്ങനെ വണ്ടി ചോദിച്ചു, അരുണിമയല്ലേ, എനിക്കറിയാം, വീഡിയോസ് കാണാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, നമ്മുടെ നാട്ടിൽ കൂടി പോകില്ല, മലപ്പുറത്തല്ലേ, ഇതിന് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ സൈഡിലേക്കാണ് പോകേണ്ടത്. ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ്, പാലക്കാട് പെരിന്തൽമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്ന് ആക്കി തരാം. അവർ പോകുന്ന റൂട്ടിൽ തന്നെ ബസ് കിട്ടും, കുറച്ചും കൂടി ഒന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി കയറ്റി. അവർ മദ്യപിക്കാതിരിക്കുക അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ലിറ്ററലി ആ ദിവസം അവർ കാറ് ഫുള്ള് ഒട്ടുക്കത്തമാണായിരുന്നു മക്കളെ. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു, ഞാൻ അടുത്ത് ഒരു മക്കരപ്പറമ്പല്ല, കൂട്ടിലങ്ങാടിനും മക്കരപ്പറമ്പിൻ്റെയും ഇടയിൽ ഒരു പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈ കാട്ടിയാൽ നിർത്താൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവരവിടെ ഇറക്കി. ഞാൻ തിരിച്ച് വൈഫ് ഹൗസിലേക്ക് പോകുന്നു. ജിത്തുവായിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു. ജിത്തുവായി അങ്ങനെ അരുണിമേനെയും അവരുടെ കൂടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇവരെന്ത് ധൈര്യത്തിലാണ് ഈ പോണതെന്ന് എനിക്കൊരു പിടുത്തമില്ല. രണ്ടാളാണോ എന്താണ്, എനിക്ക് നല്ല സ്മെല്ലടിച്ചു. മേ ബി രണ്ടാളായിരിക്കാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം. അടിച്ച് പിപ്പിരിയാണ്. ഓക്കെ, എന്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും ഞങ്ങളന്ന് പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ട്രാവൽ ചെയ്യും, അതായത് ഇവന്റെ കാറിൽ കയറുന്നു, സായിയുടെ കാറിൽ കയറുന്നു, അവിടെ അടിച്ച് പിൻപിരി ആയിട്ട് ഇവള് മറ്റൊരു പെണ്ണുമായിട്ട് കയറി. കാറിനകത്ത് മൊത്തം ഭയങ്കര മദ്യത്തിന്റെ മണമായിരുന്നു, നാറ്റമായിരുന്നു എന്നാണ് സായി പറയുന്നത്. സായി പറഞ്ഞു, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിൽ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ മദ്യപിച്ചുകൊണ്ട് പോവുകയും എന്നിട്ട് അവൻ അവിടെ കയറി പിടിച്ചു, ഇവൾ ഇവിടെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവളൊരു ബൈസെക്ഷൻ ആണെന്ന് ഇവൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എനിക്ക് പെണ്ണിനോടും ആണിനോടും താല്പര്യം കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം ഓടിച്ചോണ്ടൊക്കെ പോകുമ്പോൾ ഈ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് വരുമ്പോൾ ചിലപ്പോൾ കിട്ടുമോ, ഒന്ന് മുട്ടി നോക്കിയാൽ കിട്ടുമോ എന്ന് പറഞ്ഞ് മുട്ടുമായിരിക്കും. പിന്നെ അത് മുട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവർ എൻ്റെ അടുത്ത് ഒരു അപമര്യാദയായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് മാക്സിമം ഇവളതിനുള്ള ഒരു വകയുണ്ടാക്കി കൊടുക്കും. അവിടെ വെച്ച് അവരങ്ങോട്ട് അങ്ങനെ ആ ഒരു അപ്രോച്ചിലേക്ക് വരുമ്പോൾ ടപ്പയനെ തന്നെ എന്ത് ചെയ്യുന്നു, അതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ മറ്റേ ഡാനിയുമായിട്ട് സംസാരിച്ചതിൽ തന്നെ പറയുന്നത്, എനിക്ക് ക്യാഷ് വേണ്ടില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ക്യാഷിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്.
സത്യം പറഞ്ഞാൽ അരുണിമയുടെ തനി നിറം പുറത്തായിരിക്കുകയാണ്. അരുണിമ ഇങ്ങനെ തന്നെയാണ് പല വീഡിയോകളും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ പറയുന്ന എന്നെ അവൻ നിഗ്രഹി അവിടെ കയറി പിടിച്ചു, എന്നെ പിന്നെ മറ്റേന് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ കള്ളമാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പലപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് വീണ്ടും കാണാം. ജയ്.